ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കാകി സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, നമുക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമായത് കരുതി. എന്താണ് ശ്രേഷ്ഠമായത് കരുതിയത്? നമുക്ക് നോക്കാം. എബ്രായർ 11 39-40 വാക്യം. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്ര കർത്താവേ, പ്രീതിയുള്ള സ്വർഗീയ അപ്പ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നപ്പ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാക്യം നിന്റേതാണപ്പ, ഞങ്ങൾ ഓരോരുത്തരും നിന്റേതാണപ്പ. മനുഷ്യ സ്വരമല്ലപ്പ, നിന്റെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ, സംസാരിക്കണമേ കർത്താവേ. നീ സംസാരിക്കണമേ അപ്പ. ആദ്യ അവസാനം നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എബ്രായർ 11 പഴയ നിയമത്തിലുള്ള അനേക വിശുദ്ധന്മാരുടെ കാര്യം പറയുന്നത് നമുക്കറിയാം. അതായത് എബ്രായർ 11 13 വാക്യം. അവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികൾ വന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. പ്രിയ മക്കളെ, അനേക വിശുദ്ധന്മാർ, അതായത് അബ്രഹാം, മോശ, യാക്കോബ്, ജോസഫ്, അങ്ങനെ അനേകരും ദൂരെ നിന്ന് കണ്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരെ നിന്ന് കണ്ട് സന്തോഷിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു ക്രിസ്തു കാലനിവൃത്തി ആകുമ്പോൾ ഈ ലോകത്തിലേക്ക് വരുമെന്നും തൻ്റെ പാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി അവൻ മരിച്ച് ഒരു തൊട്ട് രക്തമില്ലാതെ നമുക്ക് വേണ്ടി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ആ ക്രൂശ് മരണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണം അനുഭവിച്ചത് കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും മക്കളാക്കി തീർത്തു. നമ്മളിന്ന് മക്കളാണ്. അതുപോലെ തന്നെ മോശ പറയുന്നു, എന്നെക്കാട്ടിലും ഒരു വലിയൊരു പ്രവാചകൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്ന്. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ എല്ലാ വിശുദ്ധന്മാരെയും എൻ്റെ ദാസർ എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ മക്കളാക്കി തീർത്തു. ആ മക്കളാക്കി തീരാത്തവര്, ആ മക്കളാകാത്തവര്, പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ മക്കളായി തീരണം. ഞാൻ യേശുവിൻ്റെ മകളാണ്, ഞാൻ യേശുവിൻ്റെ മകനാണെന്ന് ധൈര്യത്തോടു കൂടെ മറ്റുള്ളവരോട് പറയണം, ജീവിക്കുകയും ചെയ്യണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. നീ ദൈവത്തെ, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കണം. അതുപോലെ തന്നെ എൻ്റെ യേശു എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഒരു തൊട്ട് രക്തമില്ലാതെ എനിക്ക് വേണ്ടി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മധ്യത്തിൽ ഓടാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം?
സ്നേഹിക്കുകയും പ്രീതി ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അവൻ്റെ കൃപയില്ലാതെ നമുക്കിവിടെ നിൽക്കാനോ ഒന്നും സാധ്യമല്ല. അവൻ്റെ കൃപ വേണം നമുക്ക്. ഞാൻ കുറയണം, എൻ്റെ യേശു വളരണം. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. അതുപോലെ തന്നെ റോമർ 8-15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. പ്രിയ മക്കളെ, ഇന്ന് നമ്മൾ ദാസറല്ല. നമ്മൾ ഒരിക്കലും ദാസറല്ല. നമ്മൾ ആരാണ്? അപ്പ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പ പിതാവേ എന്ന് വിളിച്ച് ആ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്തെന്ന് അപ്പാ, ഡാഡി, പപ്പ എന്ന് വിളിക്കാനുള്ള ധൈര്യം നമുക്ക് തന്നിരിക്കുകയാണ്. ആ ധൈര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. ആ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും കഴുകപ്പെട്ടവരാണ്. നമ്മൾ എവിടെ കിടന്നവരാണ്? അന്ധകാരത്തിൽ കിടന്നവരാണ്. ആർക്കും വേണ്ടാതെ ചെളിക്കുണ്ടിയിൽ കിടന്നവരാണ്. ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ എറിയപ്പെട്ട നമ്മളെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകി അവൻ്റെ പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഇനിയും വഴുതി പോകരുത്. എപ്പോഴും ആ ക്രൂശിൻ്റെ അടിയിലേക്ക് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ച് നമ്മുടെ അപ്പനോട് നമ്മുടെ ആവശ്യ ഭാരങ്ങൾ, നമുക്ക് എന്ത് വേണമോ, നമ്മുടെ സന്തോഷമായാലും നമുക്ക് എന്ത് ആവശ്യങ്ങൾ വേണമെങ്കിലും ദൈവത്തോട് പറയാനുള്ള ധൈര്യം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകണം. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3-1 കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ യോഗ്യത കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ പദവി കൊണ്ടോ, നമ്മുടെ പഠിത്തം കൊണ്ടോ ഒന്നുമല്ല നമുക്ക് ആ യോഗ്യത തന്നിരിക്കുന്നത്. നമുക്ക് ആ യോഗ്യത തന്നിരിക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വീണ്ടെടുത്ത് എവിടെ നിന്നും? ആ ചെളിക്കുണ്ടിയിൽ നിന്നും, പുറംപറമ്പിൽ എറിയപ്പെട്ട നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവൻ്റെ പൊന്നും മക്കളാക്കി നമ്മളെ തീർത്തിരിക്കുകയാണ്. മക്കളാകാത്തവര് ഇന്ന് തന്നെ മക്കളാകണം. നിങ്ങളുടെ പണമോ പദവിയോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടിയത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ദൈവം വസിക്കുന്നതിന് വേണ്ടി ഒരാലയം വേണമായിരുന്നു. ആ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. മകനെ, മകളെ, എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തരുമോ? ദൈവം ചോദിക്കുന്നു. നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ കൊടുത്ത് ദൈവ മകളായി തീരുക, ദൈവ മകനായി തീരുക. അതുപോലെ തന്നെ ഗലാത്യർ 4-6-7 നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പ്രിയ മക്കളെ, നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ തന്നിരിക്കുകയാണ്. കർത്താവ് പോകാൻ നേരം, സ്വർഗാരോഹണം ചെയ്ത് മേളിലേക്ക് കയറി പോകാൻ നേരം പറഞ്ഞിട്ട് പോയി, ഞാൻ പോയില്ല എങ്കിൽ ആ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ആരാണ് ആ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളിൽ വസിക്കണം. ആ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാനോ ദൈവസന്നിധിയിൽ ശരിയായി ജീവിക്കുവാനോ
സാധിക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് അടുത്ത് ജീവിക്കുകയും ചെയ്യണമെന്നവരിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടായിരിക്കണം. ആ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ യെരുശലേമിലും യെഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയായിരിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ സാക്ഷിയായി ജീവിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോടെങ്കിലും നീ ദൈവകാര്യം പറയുന്നുണ്ടോ? നിന്റെ പറമ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോടെങ്കിലും നീ ദൈവകാര്യം പറയുന്നുണ്ടോ? പറയണം. പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവ സാക്ഷികൾ പറയാനുണ്ട്, നിങ്ങൾ പറഞ്ഞ് യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശുവാണ് രക്ഷിക്കുന്ന ദൈവം, യേശുവാണ് നമ്മളൊക്കെ വിടുതൽ തരുന്ന ദൈവം, യേശുവാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവമെന്ന് ഓരോരുത്തരോടെങ്കിലും നീ പറയുന്നുണ്ടോ? പറയണം. നമ്മൾ പറയാതിരുന്നാൽ നമുക്കാണ് അതിൻ്റെ കഷ്ടം വരുന്നത്. നമ്മൾ പറയണം. ദൈവം നമ്മളെ അതിനു വേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയാണ്. നാം മക്കളാണ്. നമ്മുടെ അപ്പൻ്റെ അതുപോലെ തന്നെ അവകാശത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആസ്തിക്കൊക്കെയും അധികാരി ആരാണ്? മക്കളാണ്. നിന്റെ അപ്പൻ്റെ ആസ്തിക്ക് നിന്റെ മക്കളാണ് അധികാരി എന്ന് പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗസ്ഥനായ അപ്പൻ്റെ മുതലിൻ്റെ ഒക്കെയും അധികാരി ആരാണ്? നമ്മളാണ്. ആ അധികാരം നമുക്ക് ലഭിക്കണമെന്ന് വരികിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് ആ അനുഗ്രഹങ്ങൾ വേണമെന്ന് വരികില്ലേ, നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ വേണമെന്ന് വരികിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലിൽ ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾക്ക് ഒരു രോഗശാന്തി വരവും കിട്ടത്തില്ല, ഭൂതശാന്തി വരവും കിട്ടത്തില്ല, പ്രവാദന വരവും കിട്ടത്തില്ല, ഒരു വരങ്ങളും നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അന്യഭാഷയായാലും എല്ലാം നിങ്ങളുടെ വായിൽ കിട്ടണമെന്ന് വരികിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടായിരിക്കണം. സ്വർഗത്തിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും നാം യേശു ക്രിസ്തു മൂലം അവകാശികളായിരിക്കണം. നിങ്ങൾ അവകാശികളാണോ? ആ അവകാശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലാത്തവരെ ആ അവകാശത്തിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിര്. ദൈവമേ, എനിക്ക് അവകാശം നീ തരണമേ, എനിക്ക് സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് തരണമേ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം തീർച്ചയായിട്ടും തരും. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദോഷികളായ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് നല്ല പദാർത്ഥങ്ങളെ തരുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന മക്കൾക്ക് എത്രയോ അധികമാക്കി ഞാൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, ചോദിക്കെ. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഗ്രഹം നിങ്ങളുടെ മേലെ വരട്ടെ, ആ നീരൊഴുക്ക് നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഒഴുകിയില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വലിയ കഷ്ടമാണ്. കർത്താവ് വരുമ്പോൾ നമ്മൾ പോണമെന്ന് വരികിൽ തന്നെയും ആ മുദ്ര നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മുദ്രകളുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സീല വേണം. ആ സീലാണ് പരിശുദ്ധാത്മാവിൻ്റെ സീല്. ആ സീല് നമ്മുടെ മേൽ അടിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഗലാത്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പ്രിയ മക്കളെ, എല്ലാം നമ്മുടെ അവകാശമാണെങ്കിലും സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളാണെങ്കിലും നീ ഇന്നും പാല് കുടിച്ചുകൊണ്ട് ഒരു ശിശുവായി ജീവിച്ചാൽ നിനക്ക് ഒരു അവകാശവും കിട്ടത്തില്ല. നീ നല്ല കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് ദൈവത്തിൻ്റെ തലയോളം വളരണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു കുഞ്ഞിനെ പോലെ പാലും കുടിച്ചിരുന്നാൽ വീട്ടിലുള്ള ദാസന്മാരെക്കാട്ടിലും കഷ്ടമാണ്. ദാസന് നിന്റെ വീട്ടിൽ എത്ര ഒന്നും രണ്ടും ദാസന്മാരും ദാസിമാരും കാണും. നിങ്ങളെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നിന്റെ അവകാശം അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ, പ്രിയ മക്കളെ, നീ ഒരു ചെറിയൊരു കുട്ടിയുടെ കൂട്ട് പാലും കുടിച്ച് ജീവിച്ചാലും നിനക്ക് സ്വർഗീയ യാതൊരു അനുഗ്രഹങ്ങളും സ്വർഗീയത്തിൽ നിന്നുമുള്ള ആത്മീയ യാതൊരു അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടത്തില്ല. കിട്ടണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? കട്ടിയുള്ള ആഹാരം കഴിച്ച് ദൈവത്തിൻ്റെ തലയോളം വളർന്ന് ദാസനെ പോലെയല്ല, മക്കളുടെ അവകാശം പ്രാപിക്കാൻ ദാസനെ പോലെ നീ ജീവിച്ചാൽ മക്കളുടെ അവകാശം നിനക്ക് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ എഫേസ്യർ 4:14 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാലുക്കുട്ടി അല്ല പറയുന്നത്, വചനമാണ് പറയുന്നത്. നമ്മൾ ശിശുക്കളാകരുത്, കർത്താവിൻ്റെ തലയോളം വളരണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നതാ, ഞാൻ എൻ്റെ മകള് എന്നോളം വളരണം, എൻ്റെ മകന് എന്നോളം വളരണം. നിനക്ക് 2 ആൺപിള്ളേരുണ്ട്, അല്ലെ 2 പെൺകുട്ടികളുണ്ട്, അല്ലെ ഒരു പെണ്ണും ആണും ഉണ്ട്. എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? പപ്പ പറയും എന്നെപ്പോലെയാണ് എൻ്റെ മകനിരിക്കുന്നത്, മമ്മി പറയും ഇല്ല എന്നെപ്പോലാണ് എൻ്റെ മകളിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പറയും. നിനക്ക് അത്ര ആഗ്രഹം വരുന്നുവെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്തനായ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെക്കുറിച്ചാണ് അതുപോലെ ആഗ്രഹം വരുന്നത്. എൻ്റെ തലയോളം എൻ്റെ മക്കൾ വളരണം, എൻ്റെ മക്കൾ നല്ല കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം, എൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനെ, എൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന കൃപകളും വരങ്ങളും അവരനുഭവിക്കണം, അനുഭവിച്ചത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 4:16 ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരു കാരണവശാലും ക്ഷയിച്ചു പോകരുത്. നമ്മുടെ പുറമേ ഉള്ള ശരീരം ക്ഷയിച്ചു പോയാലും അകമേ ഉള്ള ശരീരം, അകമേ ഉള്ള ആത്മാവ് ഒരു കാരണവശാലും ക്ഷയിച്ചു പോകരുത്. ക്ഷയിച്ചു പോകാതിരിക്കണമെന്ന് വരികിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിയ മക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ബൈബിള് കഥപുസ്തകം വായിക്കുന്ന പോലെ വായിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് വായിച്ചത്, എനിക്ക് വല്ലതും മനസ്സിലായോ? ആലോചിച്ച് നോക്കണം. നീ ജോലി ചെയ്തുകൊണ്ട് നീ ബൈബിള് വായിച്ച് ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ്. ജോലി ചെയ്യാൻ പോകുന്നിടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നീ അത് മനസ്സിൽ ഓർക്കണം. ഞാൻ എന്നതാ വായിച്ചത്, എനിക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. എന്നിട്ട് അതിനകത്തൊരു കീ വേർഡ്സ് കിട്ടും, അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തിട്ട് അത് കാണാതെ പഠിക്കുകയും അത് നിൻ്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും, നിന്റെ മക്കൾക്ക് വാക്യം പറഞ്ഞു കൊടുക്കുകയും നിൻ്റെ ഹൃദയത്തിൽ അതെപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യണം. വചനം എന്നിലും ഞാൻ ആരിലും വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലും വസിക്കുന്നവരായിരിക്കണം എന്ന് വരികിൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ തണുത്ത് ക്ഷീണിച്ച് ഒരു ചെടി നീ നട്ടുവെച്ചു, അതിന് വെള്ളവുമില്ല, വളവുമില്ല,
ഒന്നുമില്ല. നീ 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ എന്നെ ചെയ്യും, ആ ചെടി തലയും കുനിച്ച് ഉണങ്ങിക്കിടക്കുന്നത് കാണാം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും വചനാനുസരണം ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായിട്ടൊരു അന്യോന്യതയാണ്. ദൈവവുമായിട്ട് അന്യോന്യതയായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. ആത്മീയമായി നമ്മളെ ദൈവം വളർത്തണമെന്ന് വരികിൽ, ആത്മീയമായി നമ്മൾ തളർന്നു പോകാതെ വളരണമെന്ന് വരികിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കണം. നിങ്ങൾ അടുത്ത് ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. ഞാൻ ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ മകനായിട്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ വചനം വായിക്കുന്നുണ്ടോ? ഞാൻ വചനാനുസരണം ജീവിക്കുന്നുണ്ടോ? നമ്മൾ വചനാനുസരണം ജീവിക്കണം മക്കളെ. ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മുന്നോട്ട് ദൈവവുമായിട്ട് അന്യോന്യത വേണമെന്ന് വരികില്ലേ, നമ്മുടെ ആത്മീയ മനുഷ്യർ ആത്മീയമായി നമ്മൾ വളരണമെന്ന് വരികില്ലേ, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണമെന്ന് വരികിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്നവരായിരിക്കണം. നേരത്തെ നമ്മളല്ല ആരാധിച്ചുകൊണ്ട് ഇരുന്ന വ്യക്തിയെ ദൈവം എന്ത് ചെയ്തു? അടിച്ച് താഴെയിട്ട് അവനിപ്പോൾ ഭയങ്കര സാത്താനായിട്ട് നടക്കുകയാണ്. നമ്മളെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടി ചെയ്തിരിക്കുന്നത്. നമ്മളിൽ വസിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, വചനം ധ്യാനിക്കുന്നവരും വായിക്കുന്നവരും ആയിരിക്കണം. ഒരു ദിവസം നമ്മളെ കുറഞ്ഞത് 5 അധ്യായമെങ്കിലും ബൈബിള് വായിച്ചിരിക്കണം. അത് കുറവാണ്. കുറച്ചെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ആത്മീയമായി വളരാൻ സാധിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, നിങ്ങൾ ആത്മീയമായി വളരണമെന്ന് വരികില്ലേ, ദൈവവുമായിട്ട് അന്യോന്യതയല്ലേ ജീവിച്ച് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് 1-2 ദിവസമെങ്കിലും ആഴ്ചയിൽ ഉപവസിച്ചിരിക്കണം. കഴിഞ്ഞത് 1 ദിവസമെങ്കിലും നമ്മൾ ഉപവസിച്ചിരിക്കണം. നിങ്ങൾക്ക് ഷുഗർ കാണും. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇപ്പം മിക്ക 90% ഷുഗറും BP-യുമാണ്. അയ്യോ എനിക്ക് ഷുഗറാ BP ആണെന്നും പറഞ്ഞ് കാലം കളയരുത്. നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോടൊന്ന് അടുത്ത് നോക്കി. ഇത് BP-യും ഷുഗറും എല്ലാം നോർമൽ കണ്ടീഷനിൽ തരും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് ഷുഗർ ഇതേ, BP ഇതേ, കൊളസ്ട്രോൾ ഇതേ, എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിലുണ്ട്. ഞാൻ ഒന്നുപോലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ദൈവം അറിയാതെ ഈ ശരീരത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവമേ, നീ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അത് തന്നെയുമല്ല, അവനാണ് ഈ ശരീരം സൃഷ്ടി ചെയ്തിരിക്കുന്നത്. അവനറിയാം എന്താണ് എന്നും കണ്ട് നമ്മളെ നശിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ശരിയായിട്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ വിടുക. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നടന്ന ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നെനിക്ക് ഇവനെ ഇവിടെ കിട്ടി. നോക്ക്, ഞാൻ ഈ കൊച്ചനെ ഒരു 12-13 വയസ്സുള്ളപ്പോൾ ഞാനിവനെ കണ്ടുമുട്ടിയതാണ്. ഞാനിവനെ കണ്ടുമുട്ടുമ്പോൾ ഇവനൊന്ന് ആൻറ്റീന്ന് പോലും വിളിക്കാനായിട്ട് ഒക്കുന്നില്ല. 1/2 മണിക്കൂർ വേണം അവനൊന്ന് ആൻറ്റീന്ന് പറയണമെന്ന് വരി. അതുപോലെ അവൻ്റെ തൊകല് അവന് വർത്താനം പറയാൻ പറ്റത്തില്ല. അപ്പാന്ന് വിളിക്കാൻ മേല, അമ്മ എന്ന് വിളിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവനൊരു മൂക്കൻ്റെ കൂട്ടായിരുന്നു. ഞാനിവനോട് സുവിശേഷം പറഞ്ഞ് നീ ദൈവത്തോട് അടുത്ത് ജീവിക്കേ, ദൈവം നിൻ്റെ ഇതെല്ലാം മാറ്റുമെന്ന് പറഞ്ഞ് ഇവൻ്റെ തലേ കൈയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കൊച്ചുടുക്കനായിരുന്നു ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാനിഞ്ഞ് പോരുന്നു. പിറ്റേ ആഴ്ചയിൽ ഇവൻ ഞങ്ങളുടെ പള്ളി വന്നു. ഇവനോട് അന്നേരവും ഞാൻ സുവിശേഷം എല്ലാം പറഞ്ഞ് ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് എനിക്ക് കൊടുത്ത് ഇവനോട് ഞാൻ പറഞ്ഞു. അന്ന് അവന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും അവനോട് പറഞ്ഞ്
ഇപ്പോൾ അവൻ ഞാൻ പ്രസംഗിക്കുന്നതിൽ നല്ലതായിട്ട് വചനം പ്രസംഗിക്കുകയും വചനം വായിക്കുകയും എല്ലാ വിധത്തിലും ഒരാക്റ്റീവ് മെമ്പറായിട്ട് നമ്മുടെ സഭയിലൊരു കൊച്ചനായിട്ട് ഇവൻ കഴിയുന്നു. ദൈവം ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ നല്ലൊരു വ്യക്തിയായിട്ട് ദൈവം അവനെ മാർപ്പെടുത്തി. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ എന്തുവാണ് ദൈവത്തോട് കരഞ്ഞു പറയുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആയുസ്സും ആരോഗ്യവും നീ കൊടുക്കണമേ. ദീർഘായുസ് കൊണ്ട് നീ ഓരോരുത്തരെയും മുദ്രയിടണമേ കർത്താവേ. നീ കൈവിടല്ലപ്പ കർത്താവേ. ആത്മീയമായി എല്ലാവരും വളരുന്ന മക്കളാക്കി നീ ഓരോരുത്തരെ നീ എടുത്തു പ്രയോഗിക്കണമേ. ഞങ്ങളിന്ന് ദാസർ അല്ലപ്പ, ഞങ്ങളിന്ന് നിൻ്റെ മക്കളാണപ്പ കർത്താവേ. മക്കളാകാത്തവർ ഇന്ന് മക്കളായി തീരണമേ അപ്പ. യാരാരെ യേശു ക്രിസ്തുവിനു സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവ മക്കളാകുവാനുള്ള അധികാരം നീ കൊടുത്തിരിക്കുന്നല്ലപ്പ. ആ അധികാരം എല്ലാവരും പ്രാപിക്കുന്നവരാക്കി തീർക്കണമേ. നിന്റെ രക്തത്താൽ എല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഓരോരുത്തരുടെ മേലും അടിക്കണമേ അപ്പ. എത്രയോ ജനങ്ങൾ തലവേദനയായി അപ്പ, മുട്ടുവേദനയായി കർത്താവെ, കാലുവേദനയായി, പുറത്ത് വേദനയായി, ഏതെല്ലാം വേദനകളാൽ കഷ്ടപ്പെടുന്നപ്പ അപ്പ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പ. നിന്റെ അടിപ്പടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ അപ്പ, ഗോൾ ബ്ലാഡറിൽ കല്ലാകി, കർത്താവെ കിഡ്നിಯಲ್ಲಿ കല്ലാകി, ഏതെല്ലാം ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ അവരെ ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായിരിക്കുന്ന യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ തൊടണമേ. ദൈവമേ നിനക്ക് സ്തോത്രപ്പ. വചനത്തിൽ വേരൂന്നി വളരുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ. ആറ്റരികത്ത് നിൽക്കുന്നു ഇല വളർത്തും തക്കാലത്ത് ഫലം കായ്ക്കുന്നുമായ വൃക്ഷം പോലെ നീ ഞങ്ങളെ ഓരോരുത്തരെ നീ എടുത്തു പ്രയോഗിക്കണമേ അപ്പച്ചാ. നീ എടുത്തു പ്രയോഗിക്കണമേ അപ്പ. കൈവിടല്ലപ്പ, കൈവിടല്ലപ്പ. ദൈവമേ നീ പ്രവർത്തിക്കണമേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശുവേ നിനക്ക് സ്തോത്രം സ്തോത്രം അപ്പച്ച, സ്തോത്ര കർത്താവേ. നീ കൈവിടല്ലപ്പ അപ്പാ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കണമേ കർത്താവേ അപ്പ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. ക്രിസ്തവിരോധികളുടെ മേലെ നീ ഇടപെടണമേ അപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.